നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്തായമേ, നിനക്കൊന്നും മനസ്സിലായില്ലേ? വെളിയനാട് പോലീസ് സ്റ്റേഷനിൽ സർക്കാരിന്റെ കാവലിൽ ലോക്കപ്പിൽ കിടപ്പുണ്ടാവും. അച്ഛാ, അരവിന്ദയുടെ ലോക്കപ്പിലാണോ? അതേ മോളെ, അവനവൻ ചെയ്തതിന്റെ ഫലം അനുഭവിച്ചല്ലേ പറ്റൂ. എന്റെ മോൻ എന്തിനാ ലോക്കപ്പിലിട്ടിരിക്കുന്നേ? അവൻ എന്ത് തെറ്റാ ചെയ്തേ? അവൻ എന്ത് തെറ്റാ ചെയ്തതെന്ന് പോലീസുകാർക്ക് മനസ്സിലായിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ അവര് നോക്കിക്കൊള്ളും. ഏമേ, അവനവൻ കുഴിച്ച കുഴിയിൽ അവനവൻ തന്നെ വീഴാതെ കേട്ടിട്ടില്ലേ? ആകാശിന് വേണ്ടി അവൻ കുഴിച്ച കുഴിയിൽ അവൻ തന്നെയാ വീണത്. ഈ അവൻ ഇവൻ കുഴി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ മാഷേ. ഈ പറയുന്ന അവൻ നിങ്ങളുടെ മോൻ തന്നെയല്ലേ മാഷേ? ഇത്ര സന്തോഷത്തോടെ മോൻ ലോക്കപ്പിലാണെന്ന് പറയാൻ നാണാവുന്നില്ലേ? അവൻ നിന്റെ മോൻ തന്നെയല്ലേ ഈ നിൽക്കുന്നത്? ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ ഇവൻ ലോക്കപ്പിലായിരുന്നില്ലേ? അപ്പൊ ഒന്നും കണ്ടില്ലല്ലോ നിന്റെ ഈ ശുഷ്കാന്തി വേദനയൊന്നും. എടീ, മക്കൾ എത്ര ഉണ്ടായാലും എല്ലാവരും ഒരുപോലെ കാണാനുള്ള മനസ്സുണ്ടാവണം. ഇഷ്ടം കൂട്ടിയും കുറച്ചും മക്കളെ തമ്മിൽ പിരിക്കല്ല വേണ്ടത്. മക്കളിൽ നമ്മളനുസരിക്കാതെ ജീവിക്കാത്തവരും ഉണ്ടാവും. അവരെ പറഞ്ഞ് തിരുത്തി വളർത്തണം. അവർ തെറ്റുകൾ ആവർത്തിക്കുമ്പോൾ അമ്മമാർ കൊടുക്കുന്ന സപ്പോർട്ടിലാ ഓരോ മക്കളും വഴിതെറ്റി പോകുന്നത്. അരവിന്ദനെ ഇങ്ങനെ ആക്കിയതും അവന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്കും കാരണം നീ ഒരൊറ്റ ഒരുത്തിയാ. വേണ്ടച്ച, അമ്മയൊന്നും പറയണ്ട. അമ്മയ്ക്ക് എന്നോടുള്ള അകൽച്ചയ്ക്ക് കാരണം ഒരുപക്ഷെ ഞാൻ തന്നെയാവും. നിന്റെ മോനെ പുറത്തിറക്കാന്ന് നീ സ്വപ്നത്തെ പോലും പ്രതീക്ഷ വെക്കണ്ട. അവനിനി പുറം ലോകം കാണാൻ പോകുന്നില്ല. സാറേ, എന്റെ ഫോൺ അടിക്കുന്നു. ആരാന്ന് നോക്ക് സാറേ. ഫോണല്ലേ? അവിടെ ഇരുന്ന് അടിക്കട്ടോ സാർ, പ്ലീസ് സാർ. ആരാന്ന് നോക്ക് സാറേ, പ്ലീസ് സാർ. അതൊന്നും പറ്റില്ലടോ. എസ് ഐ അറിഞ്ഞ പ്രശ്നം. സാറേ, ഞാൻ എല്ലാ സത്യം തുറന്ന് പറഞ്ഞല്ലേ സാറേ. പ്ലീസ് സാർ. സാർ ഒന്ന് നോക്ക് സാർ. ഒന്ന് ആരാ നോക്കിയാൽ മതി. ചിലപ്പോ അമ്മയായിരിക്കും. സാറേ, സാറേ, അമ്മ ഉറക്കം വരാതെ വിളിക്കുന്നതായിരിക്കും സാർ. ഒന്ന് നോക്ക് സാറേ, പ്ലീസ് സാർ. സാറേ, സാറേ, എൻ്റെ അമ്മയ്ക്ക് അറ്റാക്ക് വരും. പ്ലീസ് സാർ, ഹാർട്ട് പേഷ്യൻ്റാ സാറേ. പ്ലീസ് സാർ. ആ അമ്മയല്ലേ സാറേ? അതെ സാറേ, പ്ലീസ് സാറേ, ഒന്ന് സംസാരിക്കട്ടെ സാറേ. പ്ലീസ് സാറേ. സാർ, പെട്ടെന്ന് സംസാരിക്കണം. ഹലോ അമ്മേ. മോനെ, എടാ, കുഴപ്പം വല്ലതുണ്ടോ? ലോക്കപ്പിൽ കിടക്കുമ്പോൾ എല്ലാ കുഴപ്പങ്ങളും ഉണ്ട് അമ്മേ. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേടാ സൂക്ഷിക്കണമെന്ന്. അതൊന്നും നീ കേൾക്കാതെ നീ തല വെച്ച് കൊടുത്തല്ലോ. ഞാൻ സൂക്ഷിച്ചും കണ്ടതിന് നടന്നത്. പിന്നെ എങ്ങനെയാടാ നീ ചെന്ന് അവരുടെ കയ്യിൽ പെട്ടത്? ആകാശം ചാരും പറഞ്ഞു കൊടുത്തായിരിക്കും. അന്ന് സർവീസ് സെന്ററിൽ വന്നപ്പോൾ
അവരെന്നെ കണ്ടുണ്ട്. അന്ന് അവരൊന്നും മിണ്ടിയില്ല. കാത്തിരുന്ന സമയം വന്നപ്പോൾ ഞാൻ ഉള്ള സ്ഥലം കാണിച്ചു കൊടുത്തു. ആ ചാരു കാരണം ഞാനിപ്പോൾ ലോക്കപ്പിൽ കിടക്കുന്നേ. രണ്ടിനെ ഞാൻ വെറുതെ വിടില്ലമ്മേ. എടാ, നീ ഒന്നും ചെയ്തില്ലെങ്കിലും ഞാൻ ചെയ്യും. നരകം എന്താണെന്ന് ഞാൻ ആ ചാരുവിന് കാണിച്ചു കൊടുക്കും. ഞാൻ ലോക്കപ്പിൽ കിടന്ന് അനുഭവിക്കുന്നത് അവനും അവളും ആ വീട്ടിൽ കിടന്ന് അനുഭവിക്കണം. അതിന് വേണ്ടത് എന്താന്ന് വെച്ചാൽ ചെയ്യും. മതി മതി, ഫോണിങ്ങതാ. ഒരു മിനിറ്റ് സാറേ, ഒരു മിനിറ്റ്. മോനെ അരവിന്ദേ, പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? ആ, ഓർമ്മയുണ്ട് മോനെ. ശരി. അമ്മയോട് സംസാരിക്കാൻ സമയത്തിന് താങ്ക് യു സാർ. ആ ശരി ശരി. കാക്കുതി, ഇന്ന് തന്നെ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കാൻ കാരണം നീയാ. അരവിന്ദേട്ടനെ നീ കണ്ടുപിടിച്ച് കൊടുത്തില്ലായിരുന്നെങ്കിൽ എനിക്ക് ജയിലിൽ പോകേണ്ടി വന്നേനെ. കാക്കുതി, ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചതാ. അരവിന്ദേട്ടനുള്ള സ്ഥലം നീ എങ്ങനെ കണ്ടുപിടിച്ചു? നമ്മളന്ന് സൗമ്യ മാഡത്തിന്റെ വീട് പാലുകാച്ചലിന് പോയിട്ട് വരുമ്പോ കാറ് സർവീസ് ചെയ്യാൻ കയറിയില്ലേ? ഓർമ്മയുണ്ടോ ചേട്ടനത്? അല്ല, ഞാൻ അരവിന്ദേട്ടനെ പറ്റി ചോദിച്ചപ്പോ നീ എന്താ ഒരു ബന്ധവുമില്ലാത്ത കാര്യത്തെ പറ്റി പറയുന്നേ? അക്കുച്ചേട്ടൻ ചോദിച്ചതിനും ഞാൻ പറഞ്ഞതിനും തമ്മിൽ ബന്ധമുണ്ട്. എന്ന് വെച്ചാ? നമ്മളന്ന് കാറ് വാഷ് ചെയ്ത സർവീസ് സെന്ററിലാ ഞാൻ അരവിന്ദേട്ടനെ കണ്ടത്. അവിടെയോ? അതെ. എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. നമ്മൾ നിന്നിരുന്നതിന്റെ അടുത്ത് കിടന്നിരുന്ന കാറിന്റെ മുകളില് ഒരു ഫോൺ റിങ് ചെയ്തപ്പോ അക്കുച്ചേട്ടൻ ആ ഫോൺ എടുത്ത് ഒരാൾക്ക് കൊണ്ടുകൊടുക്കാൻ പോയില്ലേ? ഓർമ്മയുണ്ടോ അത്? ഇപ്പൊ ഓർമ്മ വന്നു. ആ ആള് വേറെ ആരും ആയിരുന്നില്ല, അരവിന്ദേട്ടനായിരുന്നു. ശരിക്കും? അതെ. നമ്മളെ അരവിന്ദേട്ടൻ കണ്ടു. അപ്പൊ തന്നെ തൊപ്പിയും മാസ്കും ഒക്കെ എടുത്ത് വെച്ചു. ഞാനത് കണ്ടതാ. എന്നിട്ട് നീ എന്താ അന്ന് പറയാതിരുന്നത്? അവനെ അന്ന് എന്നെ പിടിച്ച് അച്ഛന്റെ മുന്നിൽ എത്തിക്കായിരുന്നല്ലോ. അരവിന്ദേട്ടൻ ചെയ്യുന്ന ജോലി കണ്ടപ്പോ മനസ്സിന് വല്ലാത്തൊരു വിഷമം തോന്നി. ഇവിടെ എത്ര സുഖത്തിൽ കഴിഞ്ഞിരുന്ന അരവിന്ദേട്ടൻ ഒരു സർവീസ് സെന്ററിൽ കാറ് കഴുകി നിൽക്കുന്ന കണ്ടപ്പോ എനിക്ക് വിശ്വസിക്കാനേ പറ്റിയില്ല. അരവിന്ദേട്ടന്റെ അവസ്ഥ കണ്ടിട്ടാ ഞാൻ പറയാതിരുന്നു. എന്നോടൊന്നും തോന്നരുത് അക്കുചേട്ടാ. ഇല്ല കാക്കോത്തി. പക്ഷെ ഇപ്പൊ അരവിന്ദേട്ടനെ എനിക്ക് കാണിച്ചു കൊടുക്കേണ്ടി വന്നു. അരവിന്ദേട്ടനെ കിട്ടിയാലേ അക്കുചേട്ടന് ഇറങ്ങാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോ എന്റെ മുന്നിൽ വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു. അതാലോചിക്കുമ്പോ തന്നെ എനിക്ക് മനസ്സിന് വല്ലാത്ത വിഷമമുണ്ട്.